എറണാകുളം പുത്തൻകുരിശിൽ ഒരു വയസ്സുള്ള കുഞ്ഞിനെയും 2 സ്ത്രീകളെയും ഫിനാൻസ് കമ്പനി വീടിന് പുറത്താക്കിയ സംഭവത്തിൽ ഇടപെട്ട് പി.വി. ശ്രീനിജൻ എം.എൽ.എ നേരിട്ടെത്തി വീടിന്റെ വാതിൽ തുറന്നുകൊടുത്തു. ഓണം അവധി കഴിഞ്ഞതിന് ശേഷം തിരിച്ചടവ് സംബന്ധിച്ച് തീരുമാനമുണ്ടാകുമെന്ന് പി.വി. ശ്രീനിജൻ എം.എൽ.എ പറഞ്ഞു. അത് ഞാനിപ്പോ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു സ്ഥലത്ത് ശേഷം അവര് ഈ മണപ്പുറം ഫിനാൻസിന്റെ ആളുകളായിട്ട് സംസാരിച്ചു. ഇവര് ഉണ്ടാകാത്ത സമയത്താണ് അവര് കോടതിയിൽ നിന്നുള്ള ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് അവര് വീട് പൂട്ടിയത്. അപ്പൊ അവരായിട്ട് സംസാരിച്ച് ഇപ്പോ വീട് തൽക്കാലത്തേക്ക് നമ്മളത് തുറന്നു കൊടുത്തിട്ടുണ്ട്. ഒരു ചർച്ച ഈ ഓണത്തിനുള്ളിൽ ഒരു തീരുമാനമാക്കാന്ന് പറഞ്ഞു. അമ്മയും കുഞ്ഞിനും വീട്ടിലിപ്പോ നമ്മൾ കയറാൻ ഇത് ചെയ്തിട്ടുണ്ട്. 5 ലക്ഷം രൂപയിൽ 4 ലക്ഷത്തോളം രൂപ അടച്ചതായും പ്രഗ്നന്റ് ആയ സമയത്താണ് ലോൺ മുടങ്ങിയതെന്നും പരാതിക്കാരി നിഷ സജീവ് പറഞ്ഞു. 5 ലക്ഷം രൂപയാണ് നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനകത്തൊരു 3,95,000 രൂപ ഞാനിപ്പോൾ ലോൺ അടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രഗ്നൻ്റ് ആയ സമയത്ത് എനിക്ക് ജോലി നഷ്ടമായി. ആ സമയത്ത് എനിക്ക് ലോൺ അടയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ മാത്രമാണ് എനിക്കുള്ളത്. ഞാനും അമ്മയും കുഞ്ഞും ഈ വീട്ടിലുള്ളൂ. ഞാനിപ്പോൾ ഇന്ന് ജോലിക്ക് പോയ സമയത്താണ് ഇവരിങ്ങനെ വന്ന് വീട് ലോക്ക് ചെയ്തിട്ട് പോയേക്കുന്നത്. അപ്പോൾ ഞാനിത് ജോലിക്ക് കയറിയ സമയത്ത്, ഡെലിവറി കഴിഞ്ഞ് ജോലിക്ക് കയറിയ സമയത്ത് ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോൺ ഞാൻ അടച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ഇപ്പോൾ അടയ്ക്കാൻ പറ്റില്ല, ഒരുമിച്ച് അടയ്ക്കണം എന്നാണ് ഇവർ പറയണത്. ഇപ്പോൾ ഒരുമിച്ച് അടയ്ക്കാനുള്ളൊരു സാമ്പത്തികം എനിക്കിപ്പോൾ ഇല്ല. പ്രായമായ അമ്മ മാത്രമേ ഉള്ളൂ, ഞാനും അമ്മയും കുഞ്ഞാണുള്ളത്. അപ്പോൾ അമ്മേനെ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ജോലിക്ക് പോകുന്നത് തന്നെ. വിവരങ്ങളുമായി ഷീന മാർട്ടിനാണ് ചേരുന്നത്. ഷീന, എന്തായാലും എം.എൽ.എയുടെ ഇടപെടൽ ഏറെ ആശ്വാസകരമായിട്ടുണ്ടല്ലോ. ബാങ്കിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഇക്കാര്യത്തിൽ എങ്ങനെയാണ്? പ്രതികരിക്കുന്നത് ഇത്തരത്തിലാണ്. മുഴുവൻ തുകയും അടച്ചാൽ മാത്രം ഈ ജപ്തി നടപടികളിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കാം എന്നുള്ള തരത്തിലാണ് ബാങ്കിന്റെ പ്രതികരണം വന്നത്. എങ്കിലും ശ്രീനിജൻ എം.എൽ.എ വിഷയത്തിൽ ഇടപെട്ടു. ഇനി അറിയേണ്ടത് നാട്ടുകാരുടെ സഹകരണത്തോടെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എം.എൽ.എ സഹായത്തോടു കൂടി ഈ ബാങ്കിലേക്കുള്ള തുക ഏതെങ്കിലും തരത്തിൽ അതിലൊരു ഇളവ് വരുത്താനുള്ള ശ്രമമാണ് എം.എൽ.എ നടത്തുന്നതെന്ന് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഓണാവധിക്ക് ശേഷം ബാങ്ക് തുറന്നതിന് ശേഷമായിരിക്കും ഇനിയൊരു ചർച്ചയും ആ വിഷയത്തിൽ ഏതെങ്കിലും ഒരു ഇളവ് നൽകുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ചുമൊക്കെ അറിയുവാൻ സാധിക്കുക. പുത്തൻകുരിശിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. 1 വയസ്സുള്ള കുഞ്ഞിനെയും 2 സ്ത്രീകളെയുമാണ് വീടിന് പുറത്താക്കിയത്. ഈ യുവതി ജോലിക്ക് പോയ സമയത്തായിരുന്നു ഈ വയോധികയെയും അതേപോലെ തന്നെ ഈ 1 വയസ്സുള്ള കുഞ്ഞിനെയും വീടിന് പുറത്താക്കി ജപ്തിക്കാർ വാതിലടച്ച് വീടിന് പുറത്ത് വീട് പൂട്ടി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് അവിടെ നാട്ടുകാരും ജനപ്രതിനിധികളും കൂടുകയും ഇത്തരത്തിലൊരു വിഷയം പുറത്തറിയുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ എം.എൽ.എ തന്നെ നേരിട്ട് വീട്ടിലെത്തി വാതിൽ തുറന്നു കൊടുക്കുന്ന ഒരവസ്ഥയിലായിരുന്നു ഇപ്പോൾ അവസാനമായി കടന്നു പോയത്. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനം വന്നിട്ടുള്ളത്. തുടർ നടപടികൾ എം.എൽ.എ കൂടിയാലോചിച്ച് ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. സ്വാതി. ശരി ഷീന, എന്തായാലും ഇക്കാര്യത്തിൽ എം.എൽ.എയുടെ ഇടപെടൽ അവർക്ക് ഏറെ ആശ്വാസകരം തന്നെയാണ്. തുടർ നടപടികളും ഉടൻ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ്.